നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഭരണിക്കാവ് ജമാഅത്തിൽപ്പെട്ട ആമിനയുടെയും തെങ്ങുംവിള ജമാഅത്തിൽപ്പെട്ട അഫ്സൽ നൗഷാദിൻ്റെയും നിക്കാഹിന് വേണ്ടിയാണ്. നിക്കാഹിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് വധുവിൻ്റെ ബന്ധുക്കൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അല്ലാഹു തആല ഖുർആനിൽ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞ രണ്ട് ആയത്തുകൾ പറയുന്നതിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുകയാണ്. നിക്കാഹ് അല്ലെങ്കിൽ വിവാഹം എന്നുള്ളത് എന്താണ് എന്ന് ഖുർആൻ പറയുന്നു. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, മനുഷ്യർക്ക് അവരിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു നൽകിയത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ലിതസ്കുനു ഇലൈഹ, എന്തിനാണ് ഇണകളായി മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചത്? ഇണങ്ങാനും തമ്മിലടിക്കാനും തെറ്റാനും വഴക്കിടാനും കലഹിക്കാനും 1000 കാരണങ്ങൾ പരസ്പരം കണ്ടെത്താൻ സാധിക്കുമ്പോഴും ചേരാനും ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനുമുള്ള ഒരു കാരണം കണ്ടെത്തി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരെ ഇണകളായി സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. തല്ലാനും പിരിയാനും 100 കാരണങ്ങൾ വധുവിനും വരനും പരസ്പരം നോക്കിയാൽ അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും കാണാൻ സാധിക്കും. അങ്ങനെ 100 കാരണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്ന് പരസ്പരം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം അല്ലെങ്കിൽ ഇണയെ അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുകയാണ്. 1998 അമേരിക്കക്കാരിയായ സുൽവിയ നാസർ എന്ന് പറയുന്ന പത്രപ്രവർത്തക എഴുതിയ ഒരു പുസ്തകമുണ്ട്. എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഗണിതശാസ്ത്രത്തിൽ വളരെ സംഭാവനകൾ നൽകിയ അമേരിക്കക്കാരനായ പ്രൊഫസർ ജോൺ നാഷിൻ്റെ ആത്മകഥയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 1957 തൻ്റെ കരിയറിൻ്റെ ഏറ്റവും മികച്ച കാലത്ത് നിൽക്കുമ്പോൾ 25 വയസ്സുള്ള അലീഷ നാഷ് എന്ന് പറയുന്ന തൻ്റെ വിദ്യാർത്ഥിയായിരുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ രണ്ടുപേരും പ്രശസ്തിയുടെ കൊടുമുടിയിലാണ് നിന്നിരുന്നത്. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ സംഭവിക്കുന്നു. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, തർക്കിക്കുന്നു, വഴക്കിടുന്നു, സംശയിക്കുന്നു. അവസാനം അദ്ദേഹം തന്നെ 1960 തൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് തീരുമാനമെടുക്കുന്നു. 63 ഡിവോഴ്സ് ചെയ്ത ഒഫീഷ്യൽ പേപ്പർ കയ്യിൽ കിട്ടുന്നു. ആ സമയത്താണ് തിരിച്ചറിഞ്ഞത് ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞന് പാരനോയിഡ് ഷിസോഫ്രീനിയ എന്ന് പറയുന്ന ഗുരുതരമായ മാനസിക രോഗം ബാധിച്ചിരിക്കുകയാണ് എന്ന്. 63 ഡിവോഴ്സായി. ആ സമയത്ത് രോഗം ബാധിച്ച് ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ ലോകത്തിന് ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡിവോഴ്സ് ചെയ്തു പോയ ആ പെണ്ണ് തിരിച്ചു വന്ന് 20 വർഷം ആ മനുഷ്യൻ്റെ കൂടെ ആശുപത്രിയിലും ജീവിതത്തിൽ നിഴലായി കൂടെ നിന്നു. പാരനോയിഡ് ഷിസോഫ്രീനിയ ആ കാലത്ത് ബാധിച്ചാൽ റിക്കവറിയാകാൻ വളരെ പാടാണ്. പക്ഷേ ഈ പെണ്ണിൻ്റെ കൈത്താങ്ങ് ഒന്നുകൊണ്ട് മാത്രം അത്ഭുതകരമായി അദ്ദേഹം ആ അസുഖത്തിൽ നിന്ന് മുക്തി നേടുകയും 1994 ഗണിതശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹം നേടുകയും ചെയ്തു. 98 ഈ പുസ്തകം എഴുതിയവർ ഭ്രാന്തനായി 100% സമൂഹം മുദ്രകുത്തിയ ഒരു മനുഷ്യൻ ഇന്ന് ലോകം നേരിടുന്ന സകലമാന ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾക്കും നാഷ് ഇക്വിലിബ്രിയം പോലത്തെ സൊല്യൂഷനുകൾ കണ്ടെത്തുന്ന ഒരു സയൻറ്റിസ്റ്റായി മാറുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഇനി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കി
ഡിവോഴ്സായി പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് എന്ന കഥയാണ് ആ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. 98 ആ പുസ്തകം എഴുതി. അവിടെ തീർന്നില്ല. 2001 അവർ വീണ്ടും വിവാഹം കഴിച്ചു. 2015 ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനമായ ആബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആ സമ്മാനം വാങ്ങി തിരിച്ച് എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ടാക്സി അപകടത്തിലായി രണ്ടുപേരും ഒരുമിച്ച് മരണപ്പെടുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ സൗജഹാ, പിരിയാനും മാറി നിൽക്കാനും തമ്മിലടിക്കാനും 100 കാരണമുള്ളപ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പരസ്പരം ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഇണകളാക്കി നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യവും അത് രണ്ടിലൂടെയും ഉണ്ടാകുന്ന പരസ്പര വിശ്വാസവും അല്ലാഹു തആല നിലനിർത്തി തന്നു ഇണകളായി നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്. ഇണകളായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്നുള്ളത് അവൻ്റെ കുടുംബവും വീടുമാണ്. അത് നശിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നശിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് തന്നെ രണ്ട് വ്യക്തികൾ ഇണകളാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് തന്നെ ലീഗലായി കോൺട്രാക്റ്റോടുകൂടി തന്നെ ആ ഒത്തുചേരൽ സംഭവിക്കണം. ആ ഒത്തുചേരലിനെയാണ് ലീഗലായി അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് രണ്ട് ആളുകൾ അവരുടെ വ്യക്തിത്വവും അവരുടെ ഇഷ്ടങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നായി മാറുന്ന ആ ഒത്തുചേരലിനാണ് നമ്മൾ അറബിയിൽ നിക്കാഹ് എന്ന് പറയുന്നത്. നമ്മൾ അതിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. രണ്ട് കാര്യങ്ങൾ, ഇവിടെ ബന്ധുക്കളുമുണ്ട് നാട്ടുകാരുമുണ്ട്. നമ്മളെയൊക്കെ ഇവർ വിളിച്ചത് ഇവർ ഒരുമിക്കുന്നത് കാണുന്നതിന് വേണ്ടിയാണ്. ഒരുമിക്കുന്നത് കാണുമ്പോൾ ആ സമയത്ത് നമ്മളെ വിളിച്ച് ആഘോഷിക്കുകയും ഭക്ഷണം തന്ന് വിടുകയും ചെയ്യുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവർ ഒന്നായി ചേരുന്ന കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്ന നമ്മളുടെ വാക്കോ പ്രവൃത്തിയോ നോട്ടമോ അന്വേഷണമോ ചിന്തയോ ഇവരെ ഇരിക്കുന്നതിന് കാരണമാകരുത്. രണ്ടാമത്തേത് ബന്ധുക്കളാണ്. ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ് നടക്കുന്നതോടുകൂടി ഇസ്ലാം പരിചയപ്പെടുത്തുന്നു, ഇന്നലെ വരെ നിങ്ങൾ കണ്ടതുപോലെയല്ല നിങ്ങളുടെ മകനെ ഈ ചടങ്ങ് കഴിയുമ്പോൾ കാണേണ്ടത്. അവരുടെ പ്രയോറിറ്റികൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ ഈ ചടങ്ങ് കഴിയുന്നതോടുകൂടി മാറും. അവരുടെ പ്രൈവസിയും പ്രയോറിറ്റിയും നിങ്ങൾ വകവെച്ച് കൊടുക്കണം എന്ന് അല്ലാഹു തആല വിവാഹവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന നാം ഓരോരുത്തരോടും പറയുകയാണ്. ഇവരെങ്ങനെ ജീവിക്കണം? ഒറ്റവാക്കിൽ ഖുർആൻ പറഞ്ഞു, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഭാര്യ അല്ലെങ്കിൽ ഇണ വധു വരന്റെ വസ്ത്രമാണ്, വരൻ വധുവിന്റെ വസ്ത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു എങ്ങനെ ജീവിക്കണം, എന്താണ് വസ്ത്രം എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം 3 കാര്യങ്ങളാണ്. ഒന്ന്, വസ്ത്രം എന്നുള്ളത് നമ്മളുടെ സകല നഗ്നതകളും ന്യൂനതകളും മറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ന്യൂനതകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുറവുകൾ ഇതൊക്കെ നിങ്ങളുടെ ഇടയിൽ തന്നെ മാത്രം നിൽക്കണം. നിങ്ങളുടെ മുറിയുടെ, നിങ്ങളുടെ രഹസ്യ അറയുടെ വെളിയിലേക്ക് പോകരുത് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. 2, വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ പറ്റുന്ന പല അപകടങ്ങളെയും പല അഴുക്കുകളെയും തടുക്കുന്നതിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ തടുക്കണം. എന്തിൽ നിന്ന് തടുക്കണം? വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രീതി അനുസരിച്ച് എവിടെ താമസിക്കണം, അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് അവർക്കിഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കണം. പ്രത്യേകം ഒരു വീട് വെച്ച് മാറണമെന്നാണ് ഇസ്ലാമിക നിയമം. പക്ഷെ നമ്മളുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമ്മളുടെ നാട്ടിൽ പെണ്ണ് ആണിൻ്റെ വീട്ടിലേക്ക് പോകും, ചില സ്ഥലത്ത് ആണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. ആ വീട്ടിലേക്ക് പോകുമ്പോൾ വിവാഹത്തിൽ പെണ്ണിന് ഭക്ഷണം പാചകം ചെയ്യുക, വസ്ത്രം അലക്കുക തുടങ്ങിയ ഒരു ബാധ്യതയും ഇസ്ലാം വെച്ചിട്ടില്ല. മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിക്കുമ്പോൾ മര്യാദയുടെ പേരിൽ പല മര്യാദകളും പെണ്ണ് ആരംഭ സന്ദർഭത്തിൽ കാണിക്കും. എവിടെങ്കിലും പോകുമ്പോൾ എല്ലാവരോടും പറയും, എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും. അതൊരു മര്യാദയാണ്. പക്ഷെ നമ്മളുടെ നാട്ടിൻ്റെ രീതി അനുസരിച്ച് മര്യാദകൾ നിബന്ധനകളും ഉത്തരവാദിത്വവുമായി മാറുകയും ആ അടിസ്ഥാനത്തിൽ പെണ്ണിൻ്റെ വ്യക്തിത്വവും, അല്ലെങ്കിൽ ആണാണ് ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ ആണിൻ്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവുമൊക്കെ മറ്റ് പല ആളുകളും, വധുവിൻ്റെയോ വരൻ്റെയോ ബന്ധുക്കൾ അവരുടെ നാവും അവരുടെ പ്രവൃത്തിയുമൊക്കെ ഉപയോഗിച്ച് ഹനിക്കുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്ന് തടുത്തു നിർത്തുക എന്നുള്ള ബാധ്യത
പെണ്ണിനെ തടുത്തു നിർത്തേണ്ട ബാധ്യത ആണിനും, ആണിനെ തടുത്തു നിർത്തേണ്ട ബാധ്യത പെണ്ണിനുമുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. ഭാര്യയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്ക് വന്നു, ഒരു കാരണത്തിൻ്റെ പേരിലും, അത് വരന്റെ പിതാവാകട്ടെ മാതാവാകട്ടെ, വധുവിൻ്റെ മാതാവാകട്ടെ പിതാവാകട്ടെ, വധുവിനെയോ വരനെയോ ആക്ഷേപിക്കാനോ അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു വർത്തമാനവും പറയാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് വസ്ത്രം എന്ന് അല്ലാഹു തആല ഉപയോഗിക്കുന്നതിലൂടെ നമ്മളോട് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, നമ്മളൊക്കെ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്, പെണ്ണിനു വേണ്ടി മാതാവിനെ കരയിപ്പിക്കരുത് എന്ന് നമ്മൾ പ്രസംഗം കേട്ട് പഠിച്ചവരാണ്. ഭാര്യയ്ക്ക് വേണ്ടി മാതാവിനെ കരയിപ്പിക്കരുത്, മാതാവിന് വേണ്ടി ഭാര്യയെയും കരയിപ്പിക്കരുത് എന്ന് തുല്യതയിൽ, അല്ലെങ്കിൽ ഒരു പടുകൂടി മുകളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹ ജീവിതത്തിന്റെ അവകാശങ്ങളെ പറഞ്ഞു വെച്ചു. മൂന്നാമത്തത്, വസ്ത്രം എന്നുള്ളത് നമ്മളുടെ ശരീരത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നതാണ്. വധുവും വരനും എപ്പോഴും ചേർന്ന് നിൽക്കേണ്ടവരാണ് അവരുടെ മനസ്സുകൾ തമ്മിൽ. നിങ്ങളുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടാകും. പിണക്കങ്ങൾ ഉണ്ടായാൽ ഒരു രാത്രിക്കപ്പുറത്തേക്ക്, നിങ്ങളുടെ കിടക്കയിൽ കിടക്കാൻ പോകുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ആ പിണക്കം നീട്ടിക്കൊണ്ട് പോകരുത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് മാത്രമല്ല, മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും രാത്രി കിടക്കയിലേക്ക് കിടക്കുന്ന സന്ദർഭത്തിൽ പല മനുഷ്യരോടുമുള്ള വഴക്കും വൈരാഗ്യവും പകയുമായി കിടക്കയിലേക്ക് പോവുക എന്നുള്ളത് മനുഷ്യന്റെ സ്വർഗപ്രവേശനം തടയപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് വസ്ത്രം എപ്പോഴും ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ പിണക്കങ്ങളുടെ ആയുസ് ഒരുപാട് നീണ്ടു പോകരുത്. അത്യാവശ്യ ഘട്ടത്തിലാണ് നമ്മൾ വസ്ത്രമില്ലാതെ നിൽക്കുന്നത്, അങ്ങനെ മാത്രം നിങ്ങളുടെ പിണക്കമാവുക. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അടുത്ത മാസം ദുൽഹജ്ജ് മാസമാണ്. അന്ന് നമ്മളൊക്കെ പിടിക്കുന്ന ഒരു നോമ്പുണ്ട്, അറഫ നോമ്പ്. നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ആ നോമ്പിന് ഇത്രയും പ്രത്യേകത വന്നത്. നബിതങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് ചെയ്തത്. ആ ഹജ്ജ് ചെയ്തപ്പോൾ ദുൽഹജ്ജ് 9 അന്ന് അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലെയും മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളെ അവിടെ ഹാജരാക്കി ഇസ്ലാം എന്ന മതത്തിൻ്റെ അവതരണം പൂർത്തിയാകുന്ന പശ്ചാത്തലം അവിടെ ഒരുങ്ങുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് നീണ്ട 23 വർഷം അള്ളാഹുവിൽ നിന്ന് മതമെന്ന രീതിയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ പ്രസംഗത്തിന്റെ രൂപത്തിൽ പ്രസംഗിച്ചു. ഇതാണ് അള്ളാഹു നമ്മളോട് പറയുന്ന മതത്തിന്റെ രത്ന ചുരുക്കം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ഇത്തഖുല്ലാഹ ഫിൻ നിസാ. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു വശത്തും വധുവിനെ മാത്രം മറുവശത്തും നിർത്തിക്കൊണ്ട് നബി തങ്ങൾ സംസാരിക്കുകയാണ്, ഇത്തഖുല്ലാഹ ഫിൻ നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇന്നക്കും അഖൽതുമൂഹുന്ന ബി അമാനില്ലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്ത് അവളുടെ അന്തസ്സും അവളുടെ മനസ്സും എല്ലാം സൂക്ഷിച്ചു കൊള്ളാം, ഒരിക്കലും സങ്കടപ്പെടുത്തുകയില്ല, വിഷമിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവരെ ഭാര്യയാക്കിയത്. വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തിൻ മിനല്ലാഹ്. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ വിട്ടത്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, മുഴുവൻ ആളുകളും, അതിൽ പങ്കെടുത്തവരും സാക്ഷിയായവരും എല്ലാവരും, ഒരു പാവം പെണ്ണ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ആ ഉറപ്പിൻ്റെ പേരിൽ അതുവരെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ കുടുംബം, ആ ജീവിതം തകരാൻ, നശിക്കാൻ നമ്മളുടെ കൂട്ടത്തിൽ സാക്ഷികളായ, കണ്ടുകൊണ്ട് നിന്ന, കേട്ടുകൊണ്ട് നിന്ന ബന്ധുക്കളായ, കുടുംബക്കാരായ ആരെല്ലാം കാരണക്കാരാകുന്നോ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട അവസാനത്തെ പ്രസംഗം പ്രസംഗിച്ച് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഇതിൽ നിക്കാഹ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആയി മാറുന്നത്. രണ്ടാമത്തെ വിഷയം, ഇസ്ലാമിൽ കല്യാണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. എപ്പോഴാണ് കല്യാണം കഴിപ്പിക്കേണ്ടത്? വധുവും വരനും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കാൻ യോഗ്യരാകുമ്പോഴാണ് കല്യാണം കഴിപ്പിക്കേണ്ടത്. നമ്മളുടെ മകനാകട്ടെ മകളാകട്ടെ അതിന് യോഗ്യനായി എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് വാപ്പയും മൂത്താപ്പയും കൊച്ചാപ്പയും ഒക്കെ ചേർന്ന് കല്യാണം കഴിപ്പിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോഗ്യത എത്തി എന്നതിൻ്റെ പേരിലാണ് കല്യാണം കഴിപ്പിച്ചത്. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ
അവരെ വെറുതെ വിടുക, അവരെ അനുവദിക്കുക, അവരുടെ കാര്യങ്ങളിൽ തലയിടാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ മാത്രമാണ് വളർന്ന് വലുതായി കല്യാണം കഴിച്ച് മക്കളായി ആ മക്കളുടെയും കാര്യത്തിൽ ഇടപെടുന്നത്. കോഴി മുതൽ ആന വരെയുള്ള ഏത് ജീവി എടുത്തു നോക്കിയാലും കുറച്ചൊക്കെ വളർന്ന് ഇരപിടിക്കാനുള്ള മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ അവർ വേറൊരു ഗ്യാങ്ങായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ യോഗ്യരായി എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ വിവാഹം നടത്തിക്കൊടുക്കുന്നു. അവരെ അവരുടെ വിഷയങ്ങളിൽ സ്വതന്ത്രരായിട്ട് വിടുക എന്നുള്ളതും നബി തങ്ങളുടെ അറഫ പ്രസംഗത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവാഹത്തെ ഏറ്റവും ഉയർന്ന രീതിയിൽ സ്വീകരിക്കുകയും ഈ ദാമ്പത്യ ബന്ധത്തെ സ്വർഗം വരെ അല്ലാഹു തആല എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ.